ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ പാലക്കുന്നാന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെനസ്ഡേ സ്പെഷ്യൽ ഗൈസ്റ്റാ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ എനിക്ക് പൂരിയും ചിക്കൻ കറിയാണ്. പൂരി ഞാൻ 3 എടുത്തിന്, പിന്നെ ചിക്കൻ കറി കുറച്ച്, പിന്നെ പാൽ ചായ എന്നുള്ളത് കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ഡയറ്റിലാന്ന് പറയാം, ഡയറ്റ് അല്ല കേട്ടോ, പക്ഷേ ഡയറ്റാണെന്ന് പറയാം. ഡയറ്റ് ആക്കാൻ പോകുമ്പോൾ എല്ലാം ഇവിടെ നല്ല നല്ല ഫുഡ് പോകും. അപ്പോൾ പിന്നെ എൻ്റെ ഡയറ്റ് പോയി പോന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചക്ക് ലഞ്ച് പറഞ്ഞാൽ നമ്മൾ സ്ഥിരയിലെ ഹോട്ടലുണ്ട്, അമ്മ ആടുന്നാന്ന് വെച്ചത്. അപ്പോൾ എന്തെല്ലാം പറഞ്ഞാൽ ചോറുണ്ട്, കോഴിക്കപ്പുളി അച്ചാറുണ്ട്, പപ്പടമുണ്ട്, മത്തി പൊരിച്ചതുണ്ട്, കുഞ്ഞുമത്തി, മത്തിക്കറിയുണ്ട്, അതിൽ കുറച്ച് പൂളുണ്ടായി, സാമ്പാറുണ്ട്, പിന്നെ പയർ വറവുണ്ട്. മോര് പ്രാവശ്യം ഉണ്ടായിട്ടാണ്. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. അടുത്ത ഫുഡ് പിന്നെ പ്രത്യേകം നല്ല അടിപൊളിയാണ്. രേഷ്മ എൻ്റെ കൂട്ടി ഉണ്ടായി. രേഷ്മ മീനൊന്നും വാങ്ങിച്ചിട്ട് അവൾ ചിരിയെല്ലാം പാസ്സാക്കുന്നുണ്ട്. അതിനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് നല്ല അടിച്ച് പൊളിച്ച് ചോറ് വഹിച്ചു. വൈകുന്നേരം പറഞ്ഞാൽ നമ്മൾ 4 ആളുണ്ടായിനി. അപ്പോൾ പഴംപൊരി ഓർഡറാക്കിനി, കട്ട്ലറ്റ് ഓർഡറാക്കിനി, പിന്നെ ചായ ഉണ്ടായിനി. അപ്പോൾ അത് നമ്മൾ 4 ആൾക്ക് തോന്നിയിട്ട് 2 ആൾ പഴംപൊരി എടുത്ത് 2 ആൾ കട്ട്ലറ്റ് കഴിച്ചത്. പിന്നെ ആദ്യം നമ്മൾ ഓർഡർ ആക്കി ചിക്കൻ റോളും സമോസയും സുഖിയനും. ഇത് നമ്മൾ മുസ്തഫാൻ്റെ വീട് എന്നാണ് കഴിച്ചത് കേട്ടോ. അതുകൊണ്ട് നമ്മളെ കോംപ്ലക്സിൽ ഫുഡ് കഴിക്കേണ്ട ഫെസിലിറ്റി ഉണ്ട്, ചായ കഴിക്കേണ്ടതും ഉണ്ട്, രണ്ടിടത്തും കഴിക്കുന്നത്. രാത്രി വീട്ടിലെത്തുമ്പോഴേക്ക് എന്തെന്നു ബിരിയാണീൻ്റെ റൈസും കുറച്ച് മസാലയും പിന്നെ ചോറും അയിലക്കറിയും അയില പൊരിച്ചതും. അപ്പോൾ രാവിലെ ഞാൻ പൂരി എടുത്തത്, ബാക്കിയില്ല അപ്പം ആക്കിന്. വീട്ടിൽ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പൂരി എടുത്തത്. പിന്നെ അപ്പം ബാക്കി ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ഞാനത് കഴിച്ചു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ വെനസ്ഡേ സ്പെഷ്യൽ. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭ രാത്രി.